ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ. ഔസേപ്പിൻ്റെ ഒസ്യത്ത്, ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കാർക്കും അർത്ഥം എന്താണ് എന്ന് മനസ്സിലാകത്തില്ല. ഞാനും ഇതിൻ്റെ അർത്ഥം അന്വേഷിക്കാൻ വേണ്ടി പോയില്ല എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയൊരു ശരിയായ ഒരു കാര്യം. അപ്പോൾ ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന് പറഞ്ഞ ഈ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടു സാധനം, സ്ക്രിപ്റ്റ് വർക്കാണ് മെയിൻ. ലൊക്കേഷൻ, സ്ക്രിപ്റ്റ് വർക്ക്, പെർഫോമൻസ്, അഭിനയിച്ചേക്കുന്ന എല്ലാവരുടെയും പെർഫോമൻസ് പീക്ക് ലെവൽ സാധനം ചെയ്ത് വച്ചിരിക്കുകയാണ്. വിജയരാഘവൻ ആണ് ഔസേപ്പ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കഥാപാത്രമായിട്ട് വരുന്ന. അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങളെ ആയിരിക്കും മിക്ക ഒസ്യത്ത് എന്നൊക്കെ പറഞ്ഞ അർത്ഥം, അങ്ങനെ ആയിരിക്കും വരുന്നത്. പിന്നെ ദിലീഷ് പോത്തൻ, ഷാജോൺ, ഹേമന്ത് മേനോൻ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഹേമന്ത് മേനോൻ ഒരു സിനിമയിൽ അംഗമാവുന്നൊരിതാണ് നമുക്ക് ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന സിനിമയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ഹേമന്ത് മേനോൻ്റെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് വർക്ക് പോണതും കഥ മുന്നോട്ട് ഉയർന്നിട്ട് പോണത്. ഗംഭീര ഡയറക്ഷനൊക്കെ വേണം ആദ്യം അവാർഡ് കൊടുക്കേണ്ട. പെർഫെക്റ്റ് ലൊക്കേഷൻ, അതിനെക്കാട്ടി കഥയും സന്ദർഭങ്ങളും ഒക്കെ ചേർന്ന ഒരു ലൊക്കേഷൻ. ചില സമയത്ത് ക്ലൈമറ്റാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ക്ലൈമറ്റും കഥയും കൂടെ മിക്സാക്കി നമുക്കൊരു വൈബ് തരുന്ന ഒരു കണക്കത്തെ ഒരു ഇതാണ് കാണാൻ വേണ്ടി പറ്റി. ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ഇരുന്ന് കണ്ടവർക്ക് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പടം തരാൻ വേണ്ടി പോകുന്നത്. കാരണം അത്തരമൊരു ലൊക്കേഷൻ മേക്കിംഗാണ് ഈ സിനിമയിൽ നടന്നിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് വർക്കിനെ പറ്റി നേരത്തെ പറഞ്ഞ സമയത്ത് ഗംഭീരം, നമുക്കൊരു ലാഗടിയോ ഒരു ബോറിങ് ഒന്നുമില്ലാത്തൊരു ഗംഭീര സ്ക്രിപ്റ്റ് വർക്ക്. ദിലീഷ് പോത്തൻ പെർഫോമൻസ് നൈസായിരുന്നു. പിന്നെ വിജയരാഘവനാണ് ഇതിലെ ഒരു ടൈറ്റിൽ കഥാപാത്രമായിട്ട് വരുന്നത്. പക്ഷേ ഈ ഒരു കഥാപാത്രത്തിന് ഒരു മൊഴിയിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് പറ്റിയില്ല. ഒരു പകുതി തമ്പ് ഈ സിനിമയിൽ ഈ ഒരു കഥാപാത്രം എങ്ങോ മരണപ്പെടുന്ന കണക്കത്തൊരു രംഗമാണ് പിന്നെ കാണിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ സിനിമയുടെ മുന്നോട്ട് വെക്കും എല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നെ ഹേമന്ത് മേനോൻ്റെ കഥാപാത്രവും ആ ഒരു വെറൈറ്റി പെർഫോമൻസ് ആണെങ്കിൽ പോലും ആ കഥാപാത്രത്തിന് ഈ സിനിമയിൽ മുഴുവിക്കാൻ വേണ്ടി പറ്റിയില്ല. ലെനയുണ്ട്. പിന്നെ ലെനയുടെ പെർഫോമൻസൊക്കെ സത്യം പറഞ്ഞാൽ ഒരു യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി വീട്ടിലെ ഒരു വീട്ടമ്മ എങ്ങനെ പെരുമാറും, എങ്ങനെയാണെന്നുള്ള ഒരു വൈബ് ലെന. തകർപ്പൻ പെർഫോമൻസ് ഉണ്ട് ലെന, തകർത്തെന്ന് വേണം പറയേണ്ടത്. പിന്നെ ഈ സിനിമയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകാൻ നേരത്ത് ഒരു മർഡർ, ഒരു ഇൻവെസ്റ്റിഗേഷനും മർഡറും പിന്നെയുള്ള സംഭവ വികാസങ്ങളൊക്കെ നമുക്കിത് രോമാഞ്ചിഫിക്കേഷൻ തരുന്ന രീതിക്കാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു സംഭവം ഇങ്ങനെ പോകാൻ നേരത്താണ് നമ്മുടെ കനി കുസൃതി എന്ന് പറയുന്ന ഒരു ആക്ട്രസ്, അവർ നമുക്കറിയാം ബിരിയാണി പോലുള്ള ഒരു ടൈപ്പ് പടങ്ങളിലൊക്കെ കണ്ട കനി കുസൃതി അല്ല ഇതിനകത്ത്. ഒരു ഇൻ്റലിജൻറ്റ് പോലീസ് ഓഫീസർ, അതാണ് കനി കുസൃതി ഇതിനകത്ത്. ഗംഭീരമായ ഒരു പ്രകടനം. ഒരു 30-30 മിനിറ്റോളം വരുന്നൊരു സീക്വൻസിൻ്റെയാണ് കനി കുസൃതി കാണിച്ചിരിക്കുന്നത്. ഗംഭീരം തന്നെ പറയണം. ആ ഒരു കഥാപാത്രവും ഇൻവെസ്റ്റിഗേഷനും വേറെ ലെവലാണ്. പിന്നെ നല്ല ഒരു പീക്ക് ലെവൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നിട്ട് ക്ലൈമാക്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ട്വിസ്റ്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ദൃശ്യത്തിൻ്റെ ക്ലൈമാക്സിലൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷയെടുത്ത് വളരെ നൈസായിട്ട് സിനിമ കൊണ്ട് എൻ്റെ ഏൽപ്പിച്ചണക്കാണ് എനിക്ക് തോന്നിയത്. വലിയ ത്രില്ലിങ്ങോ സസ്പെൻസോ ഇല്ലാത്ത കണക്ക് സിനിമ കൊണ്ടെങ്കിൽ എൻ്റെ ഏൽപ്പിച്ചണക്കാണ് എനിക്ക് തോന്നിയത്. ഒരു മർഡറാണ്, ഇൻവെസ്റ്റിഗേഷനാണ്, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെയാണ് കഥ പശ്ചാത്തലമാണെങ്കിൽ പോലും ആ ഒരു സംഭവം ഇങ്ങനെ കണ്ടു പോയ സമയത്ത് എന്തെങ്കിലും ഒരു സസ്പെൻസോട് കൂടി തീർന്നു കരുതിയപ്പം വളരെ നൈസായിട്ട് മാത്രം പോയി. ഇങ്ങനെ നിന്ന ഒരു സ്റ്റോറി ഇങ്ങനെ കൊണ്ട് അവസാനിപ്പിച്ച കണക്കായിപ്പോയി. ഒരു ലെവൽ താഴ്ന്ന കണക്ക് ആയിപ്പോയി ഈ ഒരു പെർഫോമൻസും ഈ ഒരു സ്ക്രിപ്റ്റ് വർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഔസേപ്പിൻ്റെ ഒസ്യത്തിൽ നിന്ന് ഈ സിനിമയെ പറ്റി എനിക്ക് ഇനിയൊന്നും പറയാനില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു 2-2.25 മണിക്കൂറോളം നമുക്കിരുന്ന് കാണാൻ വേണ്ടി പറ്റിയ ഒരു കിടു മൂവി തന്നെയാണ്. പക്ഷേ ക്ലൈമാക്സ് വെച്ചിട്ട് ട്വിസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വന്നിരുന്നെങ്കിൽ ഗംഭീരമായി പോയേനെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇത്രേ പറയാനുള്ളൂ.